Dear students, a very good morning to all. അപ്പോൾ നമ്മുടെ ഹൈഡ്രജനിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഹൈഡ്രജൻ വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് തിയററ്റിക്കൽ ചാപ്റ്റർ ഇൻ കെമിസ്ട്രി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇച്ചിരി കൺഫ്യൂസിങ് ആകുമെന്നേ ഉള്ളൂ, അല്ലാതെ ഈ ചാപ്റ്റർ ഒന്നും ആരും വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കാനൊന്നും ഇതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് വിചാരിച്ചു വെക്കരുത്. വളരെ സിമ്പിൾ ആണ്. നന്നായിട്ട് നിങ്ങൾക്ക് ഇച്ചിരി തിയറി അറിയാമെങ്കിൽ, നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ല എങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് എൻട്രൻസ് എക്സാംസിന് ഹൈഡ്രജൻ. ഓക്കെ, സോ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the element formed in the universe, the first element formed in the universe is, the first element formed in the universe, യൂണിവേഴ്സിലാണ്, നമ്മുടെ എർത്ത് വെച്ചല്ല ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, then coming to the third question in your, or the second question I have selected is, hydrogen is said to be a rough element because, rough elements means നമുക്കൊരു സുഖക്കുറവുള്ള ഒരു element, because it resembles with halogen and alkali metals and at the same time differs from these families in certain respects. എന്ന് വെച്ചാൽ ആൽക്കലി മെറ്റൽസുമായിട്ട് സാമ്യമുണ്ട്, വ്യത്യാസമുണ്ട്. ഹാലജൻസുമായിട്ട് സാമ്യമുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പൊ ഇതുള്ളതുകൊണ്ട് തന്നെ ഹൈഡ്രജനെ നമ്മൾ എന്ത് എലമെന്റ് ആയിട്ടാണ് വിളിക്കുന്നത്? ഒരു റഫ് എലമെന്റ് ആയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ആപ്പിൾ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആസ്പെക്ട് ഓഫ് റിസംബ്ലൻസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസുമായിട്ട് ഏതാണ് സാമ്യത ഇല്ലാത്ത പോയിന്റ് എന്നാണ്, ഹൈഡ്രജന് സാമ്യത ഇല്ലാത്ത പോയിന്റ് എന്ന് വെച്ചാൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് ഫോർമേഷൻ ഓഫ് H- അയോൺ എന്നാണ്. ബാക്കിയെല്ലാം പോയിന്റ് ഓഫ് നോട്ട് ആൻ ആസ്പെക്ട് ഓഫ് റിസംബ്ലൻസ് ആണ്. ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ റിസംബ്ലൻസ് ഉണ്ട് ആൽക്കലി മെറ്റൽസുമായിട്ട് ഹൈഡ്രജന്. മോണോവാലൻസി, ഹൈഡ്രജനും മോണോവാലന്റ് ആണ്, ആൽക്കലി മെറ്റലും മോണോവാലന്റ് ആണ്. ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ അറ്റ് കാഥോഡ് വെൻ ആസിഡിലേറ്റഡ് വാട്ടർ ഈസ് ഇലക്ട്രോ, ആസിഡിലേറ്റഡ് എന്ന് വെച്ചാൽ ആസിഡ് ഒഴിച്ച വാട്ടർ, കാര്യം പ്യൂർ വാട്ടർ ഇലക്ട്രോളിസിസ് നടത്തത്തില്ല. അപ്പൊ അത് വെച്ചിട്ടാണ്. അപ്പം റിസംബ്ലൻസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് ആൽക്കലി മെറ്റൽസ് നോട്ട് എന്ന് പറയാൻ നോൺ മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് ഫോർമേഷൻ ഓഫ് H- അയോൺ അല്ല, H+ അയോൺസ് ആണെങ്കിൽ ഇത് ശരിയായതിനെ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഡോഗ് ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ റിയേജന്റ് can be used for the preparation of hydrogen in the laboratory. നമ്മൾ തിയറിയിൽ പഠിച്ച ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ, അതിൽ ഗ്രാനുലേറ്റഡ് സിങ്ക്, ഗ്രാനുലേറ്റഡ് എന്ന് വെച്ചാൽ സിങ്കിന്റെ പൊടി, with diluted H2SO4, what we will get? We will get hydrogen, and this is an example for the laboratory preparation of hydrogen. Coming to the fifth question, Lane's process involves, ഒരു named reaction ആണ് Lane's process. അത് ഇൻവോൾവ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആക്ഷൻ ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ഓൺ റെഡ് ഹോട്ട് അയൺ. ഹൈഡ്രജന്റെ പ്രിപ്പറേഷനുകളിലുള്ള പല മെത്തേഡുകളിൽ പെട്ട ഒരാളാണ് ഇത് ലെയ്ൻസ് പ്രോസസ്. ഈ ലെയ്ൻസ് പ്രോസസ്സിൽ നടക്കുന്നത് എന്താണ്? ആക്ഷൻ ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ഓൺ റെഡ് ഹോട്ട് അയൺ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇലക്ട്രോളിസിസ്, which of the following electrolytes ആണ്, electrolyte, which of the following electrolytes on electrolysis in aqueous solution can yield hydrogen at anode and yield hydrogen at anode and cathode. ഹൈഡ്രജൻ എവിടെ കിട്ടും? ആനോഡിലും കിട്ടാം, കാഥോഡിലും കിട്ടും. രണ്ടിടത്തും കൂടെ കിട്ടുന്നത് ആരെ എടുത്തു വെച്ച് ഇലക്ട്രോളിസിസ് നടത്തുമ്പോഴാണ്. അത് നിങ്ങൾ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസിൽ വരുന്നതെല്ലാം അഡീഷണൽ നോളജ് ആണ്, പ്രത്യേകം പെക്യൂലിയർ സ്റ്റാർ ചെയ്ത് പഠിച്ചേക്കണം. സാച്ചുറേറ്റഡ് പൊട്ടാസ്യം ഫോർമേറ്റ് സൊല്യൂഷനെ എടുത്തു വെച്ച് ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാലാണ് ഹൈഡ്രജനെ നമുക്ക് ആനോഡിലും കിട്ടും, കാഥോഡിലും കിട്ടും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽസ് cannot liberate hydrogen from an acid or alkali or water? ഏതാ മെറ്റൽ? കോപ്പർ. കാര്യം കോപ്പർ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ ആരാണ്? ഹൈഡ്രജൻ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത്, പ്രൊഡക്ഷൻ ഓഫ് പ്യൂർ ഹൈഡ്രജൻ ബൈ ദ ആക്ഷൻ ഓഫ് KOH ഓൺ സ്ക്രാപ്പ് അലൂമിനിയം ഈസ് കാൾഡ്. ഇതൊരു എന്താ പറയുന്നത്, പണ്ടത്തെ ഓൾഡ് NCERT സിലബസിൽ കിടക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ പ്രോസസ്സിന്റെ ഒരു പേര് നിങ്ങൾ അറിഞ്ഞു വെക്കാൻ വേണമെങ്കിൽ പഠിച്ചു വെച്ചിരുന്നാൽ മതി. പ്യൂർ ഹൈഡ്രജനെ കിട്ടുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഉയനോസ് പ്രോസസ്. നിങ്ങൾക്ക് യെനോസ് പ്രോസസ് എന്നും ആ യുവിനെ നിങ്ങൾക്ക് സൈലന്റ് ആക്കി വായിച്ച് യെനോസ് പ്രോസസ് എന്ന് വായിക്കാം, അല്ലെങ്കിൽ യു യെനോസ് മെത്തേഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്.
ഓക്കെ, ഈ ബോഷ് ലൈൻ പ്രോസസ് നമ്മൾ നേരത്തെ കണ്ടാണ്. ബോഷ് പ്രോസസ്സും എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മെറ്റലർജിയുടെ അകത്ത് വരുന്ന ഒരു സാധനമാണ്. ഒക്ലൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹൈഡ്രജന്റെ നമ്മൾ ഹൈഡ്രോജനേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രോസസ് ആണ് ഇത് ഒക്ലൂഷൻ. കമ്മിങ് ടു ദ 9th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ബേസ്? ഈ കൂട്ടത്തിൽ തന്നേക്കുന്ന 4 ഓപ്ഷനിലെ സ്ട്രോങ്സ്റ്റ് ബേസ് ആരാന്ന് വെച്ചാൽ ഹൈഡ്രേറ്റ്സ് ആണ്. H- ആണ് സ്ട്രോങ് ബേസ്. ഇത് നമ്മൾ ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ് എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റുകൾ നിങ്ങൾ ഇക്വിലിബ്രിയം എന്ന ഫസ്റ്റ് ഇയർ ചാപ്റ്ററിൽ +1 പഠിക്കും. അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ വിശദീകരിച്ച് ഇത് വന്നതിന്റെ റീസൺ പറയാം. ഓക്കെ, കമ്മിങ് ടു ദ 10th ക്വസ്റ്റ്യൻ, മോസ്റ്റ് സ്റ്റേബിൾ ഹൈഡ്രൈഡ് ഓഫ് ആൽക്കലി മെറ്റൽസ് ഈസ് എന്ന് വെച്ചാൽ ആൽക്കലി മെറ്റൽസ് ഹൈഡ്രജനുമായിട്ട് ചേരുമ്പോഴാണ് ഹൈഡ്രേറ്റ്സ് ഉണ്ടാവും. അതിൽ തന്നെ ഈ പറഞ്ഞ ആൽക്കലി മെറ്റൽസുമായിട്ടുള്ള ഹൈഡ്രേറ്റ്സ് ഇപ്പൊ എല്ലാവരും ആൽക്കലി മെറ്റൽസിന്റെ ഹൈഡ്രേറ്റ് ഇപ്പൊ LiHഉം CSHഉം KHഉം NaHഉം അതിൽ മോസ്റ്റ് സ്റ്റേബിൾ നല്ല സ്റ്റെബിലിറ്റി ഉള്ള ആൽക്കലി മെറ്റലിന്റെ ഹൈഡ്രൈഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി LiH. ഇനി ഹൈഡ്രോളിത്ത് എന്ന് പറയുന്നത് ആരാണ്? കാൽഷ്യം ഹൈഡ്രേറ്റ് CaH2 ഫോർമുലയുള്ള സാധനത്തിന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന നെയിംഡ് പേരാണ് ഹൈഡ്രോളിത്ത്. കമ്മിങ് ടു ദ 12th ക്വസ്റ്റ്യൻ, ഹയർ HH ബോണ്ട് എൻതാൽപ്പി ഈസ് മെയ്ഡ് യൂസ് ഓഫ് ഇൻ ഏതിലാണ്? അറ്റോമിക് ടോർച്ച്. വെൽഡിംഗ് പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ച്. ഇനി ഓക്സി ഹൈഡ്രജൻ ഫ്ലെയിം ഉണ്ട്, അതും വെൽഡിംഗ് പർപ്പസിനാണ്. H2O2 ഫ്യൂൽസിൽ ബാറ്ററിയാണ്. അതേപോലെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഓഫ് ഓയിൽസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജനേഷൻ ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ എ അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ച്. ഇനി ഹൈഡ്രോൺ ഈസ് ആരാന്ന് വെച്ചാൽ എ മിക്സ്ചർ ഓഫ് H+ ആൻഡ് D+ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? ഹൈഡ്രോൺ. ഓപ്ഷൻ എ ആണ് 13th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 14th ക്വസ്റ്റ്യൻ, ലിക്വിഡ് വാട്ടർ ഷോസ് മാക്സിമം ഡെൻസിറ്റി. നിങ്ങൾക്ക് അറിയാലോ ഹൈഡ്രജൻ ഒരു പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ്. നമ്മുടെ എർത്തിൽ ലൈഫ് തന്നെ ഉണ്ടായത് വാട്ടർ ഉള്ളതുകൊണ്ടാണ്. ആ വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഹൈഡ്രജൻ ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ അതിന്റെ എന്താണ് ലിക്വിഡ് വാട്ടർ ഷോസ് മാക്സിമം ഡെൻസിറ്റി എപ്പോഴാ? 4 ഡിഗ്രി സെൽഷ്യസ്. ഇനി പലതരം ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ വാട്ടർ കോസസ്. എന്താണ് ഈ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്? വാട്ടറിൽ ഉള്ളത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആൾ ഓഫ് ദീസ് ആർ ആൻസർ. ഹൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ. വാട്ടറിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടിയത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ടാണ്. ലോ വോളറ്റിലിറ്റി ഓഫ് വാട്ടർ ഇതുകൊണ്ടാണ്. ലോ ഡെൻസിറ്റി ഓഫ് ഐസും ഇതുകൊണ്ട് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ, ടെമ്പററി ഹാർഡ്നെസ് ഇൻ വാട്ടർ ഈസ് കോസ്ഡ് ബൈ. ടെമ്പററി ഹാർഡ്നെസ് നമ്മൾ തിയറിയിൽ പക്ക പഠിച്ചു വെക്കുന്നത് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് പോലും വായിച്ചു നോക്കേണ്ട കാര്യമില്ല. കമ്മിങ് ടു ദ 17th ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ പെറോക്സൈഡ് വാസ് ഡിസ്കവേർഡ് ബൈ LJ Thénard. നെയിമാണ്, ഒരു പേര് ഭംഗിക്ക് വേണ്ടി GK വേണ്ടി പഠിച്ചു വെച്ചിരുന്നാൽ മതി. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻ എന്നേ ഉള്ളൂ. Then coming to the 18th question, the reagent used to estimate hardness of water is. നമുക്ക് ഒരു വാട്ടർ ഹാർഡ് വാട്ടർ ആണോ സോഫ്റ്റ് വാട്ടർ ആണോ എന്ന് നമുക്ക് കെമിക്കലി കണ്ടുപിടിക്കാൻ കുറെ ട്രിക്സ് ഉണ്ട്. അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു റിയേജന്റ്. അങ്ങനെ ആഡ് ചെയ്യുന്ന ഒരു റിയേജന്റിന്റെ പേരാണ് ഓപ്ഷൻ ബി ഡൈസോഡിയം സാൾട്ട് ഓഫ് EDTA. ഈ EDTA എന്ന് വെച്ചാൽ എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് ആണ്. ഇത് നിങ്ങൾ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ സെക്കൻഡ് ഇയർ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. ഓക്കെ, കമ്മിങ് ടു 19th ക്വസ്റ്റ്യൻ, HOO bond angle in H2O2 in the gas phase is. ഗ്യാസ് ഫേസിൽ HOO ബോണ്ട് ആംഗിൾ ആണ്. അല്ലാതെ അവിടുത്തെ ലാപ്ടോപ്പിന്റെ ആ ഡിഗ്രി വെച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത്. അതാണെങ്കിൽ 111.5 ഡിഗ്രി ഉണ്ട്, അതേപോലെ 90.2 ഡിഗ്രി ഉണ്ട്. ഇത് ചോദിച്ചേക്കുന്നത് HOO ബോണ്ട് ആംഗിൾ ആണ്. അത് വരുന്നത് 94.8 ഡിഗ്രിയാണ്. കമ്മിങ് ടു ദ 20th ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ പെറോക്സൈഡ് ക്യാൻ ബി സ്റ്റെബിലൈസ്ഡ് ബൈ. കാര്യം ഹൈഡ്രജൻ പെറോക്സൈഡിന് സ്റ്റെബിലിറ്റി കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ വളരെ വാക്സിലൈൻഡ് ആയിട്ടുള്ള വെസൽസിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതിന് ക്യാൻ ബി സ്റ്റെബിലൈസ്ഡ് ബൈ ഏത് വെച്ചാന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ആഡ് ചെയ്താൽ ഇപ്പൊ H3PO3 ഹൈഡ്രജൻ പെറോക്സൈഡിലോട്ട് ആഡ് ചെയ്താൽ സ്റ്റെബിലിറ്റി കിട്ടും, അസറ്റാനിലൈഡ് ആഡ് ചെയ്താൽ സ്റ്റെബിലിറ്റി കിട്ടും, സോഡിയം സ്റ്റാനേറ്റ് ആഡ് ചെയ്താൽ സ്റ്റെബിലിറ്റി കിട്ടും. ഇനി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്താലും എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കിട്ടും. 21,
ഓട്ടോ ഓക്സിഡേഷൻ റിഡക്ഷൻ മെത്തേഡ് ഓഫ് മാനുഫാക്ചർ ഓഫ് H2O2 എംപ്ലോയീസ്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഓഫ് 2-ethyl ആന്ത്രാക്വിനോൺ. ഇത് നമ്മൾ ഡയറക്റ്റ് തിയറിയിൽ ഈ ചാപ്റ്ററിന്റെ ഹൈഡ്രജൻ ചാപ്റ്ററിന്റെ തിയറിയിൽ തന്നെ ഞാൻ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി 22nd ക്വസ്റ്റ്യൻ. H2O2 ഈസ് യൂസ്ഡ് ടു. എന്തിനൊക്കെയാണ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ യൂസസ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. റീസ്റ്റോർ വൈറ്റ്നെസ് ഓഫ് ലെഡ് പെയിന്റിങ്സ്. അതായത് ലെഡ് പെയിന്റിങ്സ് ഇങ്ങനെ കറുകറാന്നായതിനെ വെളുപ്പിച്ചെടുക്കാൻ നമ്മൾ H2O2 യൂസ് ചെയ്യും. ആന്റി ക്ലോർ എന്ന് വെച്ചാൽ ക്ലോറിനേഷൻ നടത്താനും നമ്മൾ H2O2 ഉപയോഗിക്കും. ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡോ, ആൾ ഓഫ് ദീസ്. 23rd question. An acidified solution of a titanium salt when treated with H2O2 turns. Acidified solution of titanium salt എടുത്ത് നമ്മൾ വാട്ടർ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഇട്ടാൽ എന്ത് കളർ കിട്ടും? യെല്ലോ ഓർ ഓറഞ്ച് കളർ കിട്ടും. ഇനി 24th question. H2O2 can be identified by ഏതൊക്കെ ടെസ്റ്റ് ചെയ്യും? പെർ ടൈറ്റാനിക് ആസിഡ് ടെസ്റ്റ് ഉണ്ട്, പെർ ക്രോമിക് ആസിഡ് ടെസ്റ്റ് ഉണ്ട്, PBS ഉണ്ട്. അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ ഡോ, ആൾ ഓഫ് ദീസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്റർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 25th ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററും വളരെ ഈസി ചാപ്റ്ററുമാണ് ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ 25 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ഹൈഡ്രജൻ MCQ ഈസ് പെർ ഹൈഡ്രോൾ എന്നറിയപ്പെടുന്ന ആരാണ്? 100 വോളിയം H2O2 ഈസ് കാൾഡ് പെർ ഹൈഡ്രോൾ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ചോയ്സ്. എല്ലാം നോക്കുക. അപ്പൊ കൃത്യമായിട്ട് ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്കറിയാലോ. ഇതിന്റെ അസൈൻമെന്റ് വരുന്ന വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. അപ്പൊ ഓപ്ഷൻ 25th ക്വസ്റ്റ്യന്റെ ആൻസർ എന്തുവാ? സി. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും? 25C ഒരു ആരോ ഇട്ടിട്ട് ആ സി ഓപ്ഷൻ എന്തുവാ? 100 വോളിയം H2O2. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഇതിന്റെ അസൈൻമെന്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്യാനുള്ള. അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കാണാം. ഓക്കെ, അപ്പൊ അടുത്തൊരു ചാപ്റ്ററിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കെമിസ്ട്രിയുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ബാക്കി ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.